ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പയൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. Four of Swords, Three of Swords, the Chariot. ഓക്കെ, ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. Seven of Wands, Six of Pentacles, the Devil, Four of Pentacles, King of Wands. Okay, the Wheel, Five of Swords. ഓക്കെ, ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ വന്നിട്ട് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇവിടെ പോസിറ്റീവാണ്. ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട്, സാമ്പത്തിക നേട്ടം കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസോട് കൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കോൺഫിഡൻസിൽ മറ്റുള്ളവർക്ക് അത്ര എന്താ പറയുക, നമ്മൾ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളതൊന്നും വകവയ്ക്കാതെ നിങ്ങളുടെ ഇന്നർ സ്പേസിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിലും വന്നിട്ട് ഒരു ഈക്വൽ എനർജി എക്സ്ചേഞ്ച് ആണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻകം ലഭിക്കുന്നുണ്ടാകാം, സാലറി ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കാത്ത പ്ലേസിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം. അതെല്ലാം കൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ സേഫായിട്ട്, കുറച്ചും കൂടെ സെക്യൂറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹോം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു വീക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇൻസിഡൻസ് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അത് കോൺസ്റ്റൻ്റ്ലി എന്താ പറയുക, കണ്ടിന്യൂസ്ലി നിങ്ങളത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് കിങ് ഓഫ് വോൺസ് വന്നിട്ട് കോൺഫിഡൻസ് ആണ്. ഈ ഒരു എനർജിയിൽ വന്നിട്ട് ഇവിടെ മെച്യൂർ ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഈ ഒരു കിങ്ങിനറിയാം എന്ത് തൻ്റെ ഉള്ളിലോട്ട് എടുക്കണം, എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, എവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻസിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലോട്ട് നിങ്ങൾ അധികം പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഈ ഒരു വീക്കിൽ നിങ്ങളെ കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൺലി തിങ് ഈ ഒരു 5 ഓഫ് വോൺസിൻ്റെ എനർജി നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക.
കുറച്ച് പേര് ഈ ഒരു വീക്ക് നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലോട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 1, 2 ഓഫ് കപ്സ്. ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ് കാണുന്നത്. ബിസിനസ്സിൽ, പാർട്ട്ണർഷിപ്പിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിങ്ങിലോട്ട് വരുന്നതായിട്ട്, ഒത്തുതീർപ്പുകൾ സംഭവിക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഡിസ്കഷൻസ് ഈ ഒരു വീക്ക് നടക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ട് മാറുന്നുണ്ടാകാം. ഓക്കെ, പൈൽ നമ്പർ 1, 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ ഈ ഒരു എനർജിയാണ്. കുറച്ച് പേര് നിങ്ങളുടേതായ എന്തെങ്കിലും ഐഡിയാസ്, നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് കുറച്ചൊരു ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയുമാണ്, ക്ഷമിക്കാനുള്ള ഒരു എനർജി. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളെ മാനസികമായിട്ട് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർഗീവ്നെസ് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, നയൻ ഓഫ് സോഡ്സ്. അഗെയിൻ ഇത് വന്നിട്ട് കുറച്ചൊരു റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. ഇവിടെ പറഞ്ഞ സെയിം എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ മെൻ്റലി എഫക്റ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ആ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ മുറിവ് കുറേയൊക്കെ ഹീൽ ചെയ്യാനായിട്ട്, ഫോർഗീവ്നെസ്സിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു പ്രശ്നം നിങ്ങളിൽ നിന്ന് മാറുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ആശ്വാസം ഈ ഒരു വീക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. പേജ് ഓഫ് സോഡ്സ്. ഈ ഒരു വീക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേര് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട്, കോൺഫിഡൻസോടുകൂടി പറയാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഇത് എഗെയിൻ വന്നിട്ട് കുറച്ച് പേർക്ക് ന്യൂ ഐഡിയാസാണ്, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ആ ഒരു പ്ലാനിങ് പീരീഡിൽ നിങ്ങൾ ഈ ഒരു വീക്ക് ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ മെസ്സേജ് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ ഈ ഒരു വീക്കിലോട്ടുള്ള ഫൈനൽ ഗൈഡൻസ് എന്താണ്? ഡ്രീം. ഹാവ് എ കപ്പ് ഓഫ് ടീ ഇൻ ദ ഗാർഡൻ ആൻഡ് ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ഗുഡ് ബുക്ക്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഡ്രീം വന്നിട്ട് സ്വപ്നങ്ങളാണ്. ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതെല്ലാം കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ സർഫസ് ലെവലിൽ നിന്നിട്ടായിരിക്കാം കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അതായത് പുറമോടി എന്ന് പറയില്ലേ, ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്നിട്ടായിരിക്കാം നിങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ കുറേ കൂടെ വീക്ഷണം, കുറേ കൂടെ ഡിസ്കവറി, ആ ഒരു എനർജിയിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ബുക്സ് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. നോളേജ്, അറിവ് നേടുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് നെറ്റ്വർക്കിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, അതായത് ആൾക്കാരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക മിംഗ്ലിങ്, ആ ഒരു ഇടപെടലുകൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അവർ വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്, ഹെൽപ്പ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ശക്തിനെ, നിങ്ങളുടെ എന്താ പറയുക ബുദ്ധിശക്തി, നിങ്ങളുടെ ഇൻ്റലിജൻസ്, അതെല്ലാം കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. 3 ഓഫ് വാൻഡ്സ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ട്രാവൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം, തീരുമാനം എടുക്കുന്നുണ്ടാകാം. 10 ഓഫ് സോഡ്സ്. ദ മൂൺ. 4 ഓഫ് പെൻറ്റക്കിൾസ്. Nine of Cups, 6 of Swords, 5 of Swords. Okay. ബാക്കിൽ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ വീക്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഓക്കെ, നിങ്ങളുടെ ബോഡി, ഫിസിക്കൽ ബോഡി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് മെഡിസിൻസ് എടുക്കാനായിട്ട് മറക്കാതിരിക്കുക. കുറച്ച് പേര് മെഡിസിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കരിയർ ഫീൽഡിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂൺ. ഇത് വന്നിട്ട് ഇമോഷണൽ എനർജിയാണ്, മെൻ്റൽ സ്റ്റേറ്റിലുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്കൊരു അവേക്കനിങ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, നമ്മളുടെ എന്താ പറയുക വലിയ വലിയ ഡോർസ്, ഹെവി ആയിട്ടുള്ള ഡോർസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെറിയ കീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കീ കൊണ്ടിട്ട് നമുക്ക് എത്ര വലിയ ഡോറാണെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് ഈ ഒരു വീക്ക് സംഭവിക്കുന്നതാണ്. ഓക്കെ, ആഹാ മൂമെൻറ്റ് അല്ലെങ്കിൽ ടിങ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കത്തുന്നതാണ്. ഓക്കെ, ഇതാണ് പ്രശ്നം, ഇത് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഴത്തിൽ ഒത്തിരി വിഷമിപ്പിച്ചേക്കുന്ന പല കാര്യങ്ങളും, ഇമോഷണലി നിങ്ങളെ ഒത്തിരി ഡ്രെയിൻ ചെയ്തേക്കുന്ന പല കാര്യങ്ങളും എൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഈ ഒരു വീക്ക് മനസ്സിലാകുന്നതാണ്. ഹിഡൻ ആയിട്ടിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പല പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സത്യാവസ്ഥ, ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ സ്ട്രോങ് ആകുന്നതാണ്. ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്, ഡൗൺലോഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ത്രൂ റിസീവ് ആകുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഹീലർ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേരുടെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആകുന്നതാണ്. നിങ്ങളെ ഒത്തിരി ഇമോഷണലി ഡ്രെയിൻ ചെയ്ത എന്തെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്.
കുറച്ച് പേര് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ, ഡീപ്പായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്, മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജി ആയിരിക്കാം. നിങ്ങളുടേതായ യുണീക്കായിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വീക്ക് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ എന്താ പറയുക, വെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സേഫായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. മണി, ഫിനാൻസ്, ആഭരണങ്ങൾ എല്ലാം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നിങ്ങൾ വെക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, കോൺവെർസേഷൻ്റെ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക, ശ്രദ്ധിച്ച് ആ ഒരു ഏരിയ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കെയർഫുള്ളാകുക. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസിഷൻ മേക്കിങ്ങിലായിരിക്കാം. നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ടാകാം, 2 ദിശയിലോട്ട് നീങ്ങാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ക്ലിയർ ആകുക, നിങ്ങളുടെ വിഷ് എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അഗെയിൻ പണമിടപാടുകൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡും ഈ ഒരു വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് മെസ്സേജ് നോക്കാം. ഫയൽ നമ്പർ 2, എംപ്രസ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളുടെ മദറിൽ നിന്നിട്ട്, അമ്മയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ഫെമിനിൻ എനർജിയുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. മെയിനായിട്ട് ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ട് കുറച്ച് പേര് ഫീൽ ചെയ്യുന്നതാണ്. ഒൺലി തിങ്, നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വേണം. ഓക്കെ, Ten of Pentacles. 10 വന്നിട്ട് ഇവിടെ ഹാപ്പി എനർജിയാണ്. നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷ്, നിങ്ങളെന്തെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു വീക്ക് ഫുൾഫിൽ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ്, എന്തെങ്കിലുമൊക്കെ കരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട്, സമ്പൽ സമൃദ്ധിയുടെ എനർജി, ഒത്തിരി പോസിറ്റീവ് എനർജി ഈ ഒരു വീക്കിൽ കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസിലൊരു ഹീലിങ്ങും ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ കുറച്ചും കൂടെ ഒരു പാസ്റ്റിൽ കുറേ നാളായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷനിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് അവിടെ കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരോട് ഈ ഒരു എനർജി വന്നിട്ട് പ്രലോഭനങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ അത് പിന്നീട് അത് നിങ്ങൾക്കൊരു ട്രബിളായിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ആ ഒരു ഫേവറിന് വേണ്ടിയിട്ട് റിട്ടേൺ ആയിട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുണ്ടാകാം. അത് കുറച്ച് പേരോട് കെയർഫുള്ളാകാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി എനർജി എക്സ്ചേഞ്ച് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
പേജ് ഓഫ് വാണ്ട്സ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ, ചേഞ്ചസ് കുറച്ച് പേർക്ക് കൊണ്ടുവരാനായിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ കൊടുക്കുന്ന എനർജി റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു ഗ്രോത്ത് ആ ഒരു ഏരിയയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എംപ്രർ കണ്ടോ, എംപ്രസും എംപ്രറും വന്നിട്ടുണ്ട്. എംപ്രർ വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ഒരു വീക്കിൽ. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ഇരുന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. ഒൺലി തിങ്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഈ ഒരു വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നിങ്ങളെ പല സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ടും ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഡിവൈൻ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജിയാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി, സോൾമേറ്റ് ജേർണി കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് യൂണിയൻ, ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ ഇവിടെ സ്ട്രോങ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഇത് വന്നിട്ട് മാരേജിൻ്റെ എനർജിയും ആകാം. മാരീഡ് ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും എനർജി ആയിരിക്കാം. അവർ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 കണ്ടോ, ബി പ്രസൻറ്റ്, യൂസ് ദ ഹവേഴ്സ്, ഡോണ്ട് കൗണ്ട് ദം. പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബാക്കിൽ വന്നിട്ട് സെൽഫ് കെയർ, ടെൻഡ് ടു യുവർ ഗാർഡൻ. സെൽഫ് കെയർ റുട്ടീനിലും കുറച്ച് പേരോട് ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ലൈഫിൽ എപ്പോൾ റിസൾട്ട് വരും, എപ്പോൾ ചേഞ്ച് വരും, എപ്പോൾ എനിക്കത് ലഭിക്കും, അങ്ങനെ നിങ്ങൾ എന്താ പറയുക, ധൃതി കൂട്ടാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് മൂമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് നമ്പർ 7, ദ ചാരിയറ്റ്. 7 വന്നിട്ട് കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഡിവൈൻ എനർജി ആയിട്ട് ഈ ഒരു വീക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അത് കുറേ പീസ് കൊണ്ടുവരാനായിട്ട്, കുറച്ചുകൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്രേറ്റ്ഫുൾ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡിവൈൻ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈശ്വരൻ്റെ സാന്നിധ്യം, ഈശ്വരൻ്റെ ഗ്രേസ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. Thank you. Thank you. Hanged Man. 5 of Cups, 9 of Cups, wow, 10 of Pentacles, 6 of Wands, 7 of Swords, 2 of Wands. സിക്സ് ഓഫ് വോൺസ് വന്നിട്ട് സക്സസ്, വിക്ടറിയുടെ എനർജിയാണ്. അതുപോലെ തന്നെ ലൈം ലൈറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക്
എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാതിരിക്കുക. കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു ദൗത്യം, ആ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മൂൺ എനർജി വന്നിട്ട് എന്താ പറയുക, നൈറ്റിൻ്റെ എനർജിയാണ്. അതായത് എല്ലാം ഹിഡൻ ആയിട്ടിരിക്കുന്ന എനർജിയാണ്. നിങ്ങൾ കുറേ നാളായിട്ട് വീട്ടിൽ തന്നെയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല, പാഷൻ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഹോബീസ് പണ്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴതിന് താല്പര്യമില്ല, അങ്ങനത്തെയൊക്കെ എനർജീസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട്, ഈ ലൈം ലൈറ്റ് പേടിക്കുന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുമ്പോൾ ലൈഫിൽ പല ഡിസിഷൻസ് എടുക്കാനായിട്ട്, ഇവിടെയും ക്ലോസ്ഡ് ഡോറാണ് കാണുന്നത്. ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ട്രാവലായിരിക്കാം. കുറേ നാളായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷേ പുറത്ത് ഇറങ്ങാനായിട്ട് പേടി, എന്ത് സംഭവിക്കും, അങ്ങനത്തെയൊക്കെ വിഷമങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലും ഒരു കംപ്ലീഷൻ്റെ എനർജി ആയിരിക്കാം, എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ഏരിയയിലോട്ട് മാറാനായിട്ടുള്ള എനർജി ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അവിടെയും കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഈ ഒരു വീക്കിൽ വന്നിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്, നമ്മളോട് ചിരിച്ച് എന്താ പറയുക എല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ എല്ലാം ആ ഒരു എനർജിയിലാൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇൻറ്റൻഷൻ വെച്ചിട്ടായിരിക്കത്തില്ല കുറച്ച് പേര് നമ്മളോട് പെരുമാറുന്നുണ്ടാകുക. അപ്പോൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ എന്താ പറയുക എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ ഒരു ഫിൽറ്റർ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. എന്തെല്ലാം ഉള്ളിലോട്ട് എടുക്കണം, എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, ഓക്കെ, അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി കുറവുകൾ ഉണ്ടാകാം, ഒത്തിരി എന്താ പറയുക നിങ്ങൾക്ക് തന്നെ പല എന്താ പറയുക കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളെങ്ങനെയാണ് അതുപോലെ നിങ്ങളെ അൺകണ്ടീഷണലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടാകാം, ആ ഒരു എനർജി, ആ ഒരു പേടി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. അതെല്ലാം മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതും നിങ്ങളെ ഇവിടെ ഈ ഒരു വീക്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ മുകളിലെ കാർഡ്സ് വന്നിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചാരിയറ്റിൽ വന്നിട്ട് അഗെയിൻ ഈ യാത്രയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ, യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സ്റ്റക്കായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ 5 ഓഫ് കപ്സ് വന്നിട്ട് നമ്മളുടെ ഉള്ളിലെ വിഷമങ്ങളായിരിക്കാം. ഓക്കെ, അതെല്ലാം മറികടക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ഹാങ്ഡ് മാനിൽ വന്നിട്ട് എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്, കുറച്ചും കൂടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിന് നിങ്ങളെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ ആ ഒരു ട്രൂത്താണ്, സത്യമാണ്. ഓക്കെ, ഇവിടെ 9 ഓഫ് കപ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടി വന്നിട്ട് തൻ്റെ ഇഷ്ടത്തിന്, തൻ്റെ മനസ്സെന്താണ് പറയുന്നത്, തൻ്റെ ഹാർട്ട് സ്പേസ് എന്താണ് പറയുന്നത്, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ലൈഫ് പാത്ത് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ഇവിടെ നമുക്ക് ഫാമിലിയുടെ എനർജി, കുട്ടികളുടെ എനർജി, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോയലായിട്ടുള്ള, നിങ്ങളോട് സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, റൂട്ട് ചക്ര ഇവിടെ കുറേ ഒരു ബാലൻസിലോട്ട് ഈ ഒരു വീക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പേടി കൂടാതെ പല ഡിസിഷൻസ് എടുക്കാനായിട്ടും നിങ്ങൾ ഇവിടെ റെഡിയാകുന്നതാണ്. ഓക്കെ, ഒൺലി തിങ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ അത് മറികടക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷനിൽ നിങ്ങൾക്ക് എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ
എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ ആ ഒരു തല ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേരിടാനായിട്ട് ഒരു പ്രൗഡ് ഫീലിംഗ് നിങ്ങൾക്ക് ഉള്ളിൽ വരുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ്, അതും നിങ്ങളെ ഈ ഒരു എന്താ പറയുക പല പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് ഡിവൈൻ സപ്പോർട്ടാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡിവൈൻ സപ്പോർട്ടും ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ മണി ഫിനാൻസ് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്, മണി ഫിനാൻസിൻ്റെ എനർജി. കിങ് ഓഫ് പെൻറ്റക്കിൾസിലും നിങ്ങൾക്ക് ഈ ഒരു വീക്ക് പോസിറ്റീവായിട്ടുള്ള മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സോഴ്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാർട്ട് ടൈം ബിസിനസ് ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഷനായിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതൊരു ബിസിനസ്സായിട്ട് മാറ്റാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റങ്ങൾ, പുതിയ ബിഗിനിങ്, ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഫൂൾ കണ്ടോ, ന്യൂ ബിഗിനിങ്. കുറച്ച് പേർക്ക് ഇവിടെ കരിയറിലും ഒത്തിരി ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ കണ്ടോ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ എന്തെങ്കിലുമൊക്കെ എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പുതിയ ജോലിയിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കാം, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ കരിയർ ഫീൽഡിൽ വന്നിട്ട്. ഓക്കെ, ഓക്കെ, ഓ 2 വന്നു. ഇവിടെ വന്നിട്ട് 5 ഓഫ് സോഡ്സ്, 2 ഓഫ് കപ്സ്. ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റിൽ ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഈ ഒരു സാഡ്നെസ്സിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് നടത്തുന്നതായിട്ടും ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ 2 പേരും ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും എങ്ങനെ ഹീൽ ചെയ്യാം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എഗെയിൻ എനിക്ക് ന്യൂ ബിഗിനിങ് ആണ് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളൊരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. കണ്ടോ, ബാക്കിൽ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു ഇമോഷണൽ എനർജി, ഈ ഒരു വിഷമം, സാഡ്നെസ്, അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീക്ക് വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഈ ഒരു വീക്ക് കാണുന്നുണ്ട്. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംഭാഷണങ്ങൾ ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനൽ ഗൈഡൻസ് നോക്കാം. പൈൽ നമ്പർ 3. ഓക്കെ, സെൽഫ് കെയർ, ടെൻഡ് ടു യുവർ ഗാർഡൻ. ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ, വിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, വെള്ളം കുടിക്കുക, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹെൽത്തി ബൗണ്ടറിയും ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ നോൺസെൻസ്, നിങ്ങൾക്ക് എന്താ പറയുക ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടിട്ട് അതൊന്ന് തരണം ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.